ഹലോ വെൽക്കം ലാസ്റ്റ് മലയാളം. പലരും ചോദിക്കാറുണ്ട്, പെർഫ്യൂംസ് വാങ്ങിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ സ്ട്രെങ്ത് കൂടുമോ, അതല്ലെങ്കിൽ ഒരു 2 months ഒക്കെ നമ്മൾ ഒരു മെച്യൂരിറ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് കൂടുമോ, പിന്നെ ഈ എക്കോഡിജിയോ പോലത്തെ പെർഫ്യൂംസ് ലോഞ്ചിവിറ്റി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പെർഫ്യൂംസിന് മെച്യൂരിറ്റി വെക്കുക അല്ലെങ്കിൽ മെസറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിന് ഒരു പെർഫ്യൂം വെക്കുന്നത് കൊണ്ട് എല്ലാ പെർഫ്യൂംസിനും മെച്യൂരിറ്റി കൂടണം എന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ റീസൺ എന്തുകൊണ്ടാ വെച്ചാൽ, ഏതൊരു പെർഫ്യൂമിന്റെയും ക്വാളിറ്റി നിശ്ചയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ആ പെർഫ്യൂം എന്ത് കോൺസെൻട്രേഷനിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും പറയാറുള്ള EDP, പിന്നെ പെർഫ്യൂം, അങ്ങനെയുള്ള ആ ഒരു ഗ്രേഡുകൾ, അതായത് അപ് ടു 15%, അപ് ടു 20%, പിന്നെ 25% വരെ, ചില അതിൽ കൂടുതലുള്ളതും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് ഏതിലാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ വാങ്ങിച്ച പെർഫ്യൂമിന്റെ അടുത്ത് കിടക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് നോക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാങ്ങിച്ച പെർഫ്യൂമിന്റെ നാച്ചുർ എന്താണ് എന്നുള്ളത് നോക്കണം. നിങ്ങളൊരു ഓഫീസ് പെർഫ്യൂം, എക്കോഡിജിയോ അല്ലെങ്കിൽ പിന്നെ ബുൾഗാരിയൊക്കെ പോലത്തെ കുറച്ച് മൈൽഡർ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതൊരു മെച്യൂരിറ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര വെച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടി പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്ന പെർഫോമൻസിന് ഈക്വൽ ആയിരിക്കില്ല. അത് രണ്ടും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. സോ അതെപ്പോഴും മനസ്സിൽ വെക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസിന്റെ ഒരു നാച്ചുർ എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെ മെച്യൂരിറ്റിക്കൊക്കെ വെച്ചതുകൊണ്ട് ലോഞ്ചിവിറ്റി കിട്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ. സോ അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ മൂന്നാമത്തെ എന്താ വെച്ചാല്, പിന്നെ ഇത് ഇങ്ങനെ മെച്യൂരിറ്റി വെച്ചതുകൊണ്ട് എല്ലാ പെർഫ്യൂംസും മാറി വരണം എന്നൊന്നുമില്ല. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ പെർഫ്യൂമിൽ യൂസ് ചെയ്തിട്ടുള്ള അതിലുള്ള എത്തനോളിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി, ഫ്രാഗ്രൻസിന്റെ ക്വാളിറ്റി, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം നന്നായി വരിക. അതല്ലാതെ വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പെർഫ്യൂം ആണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഇനി 2 വർഷം വെച്ചാലും പിന്നെ അത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തരാൻ പോണില്ല. പിന്നെ ഒരു കാര്യം ചിലര് പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ കാണിക്കാം, ഒരു പെർഫ്യൂം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെർഫ്യൂം കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഇതിലുള്ള എന്താ പറയാ, ഈ ഒരു സാധനങ്ങൾ, ഈ ഒരു ചെറിയ ബബിൾസ് പോലത്തെ സാധനം പെട്ടെന്ന് ഡിസപ്പിയർ ആവൂല. പക്ഷെ അതിൽ പെർഫ്യൂം കണ്ടന്റ് കുറവാണെങ്കിൽ ഡിസപ്പിയർ ആവും. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് ജെനുവിൻലി അത് ശരിയാണോ ചോദിച്ചാൽ അത് ടു സം എക്സ്റ്റെന്റ് അത് ശരിയാണ്. പക്ഷെ എന്താ പറയാ, ചില കമ്പനികൾ ഈ പറ്റ വില കുറച്ച് കാണുന്ന പെർഫ്യൂമുകൾ നിങ്ങൾ ചെറിയ പ്രൈസിന്, ഇപ്പൊ ഇതൊക്കെ കണ്ടോ, ഒരു 10 ml ഇതില് ആകെ 199 ഉള്ളൂ. പക്ഷെ അത് EDP കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പെർഫ്യൂം അധികം ലോഞ്ചിവിറ്റി ഇല്ല. പക്ഷെ ഇതിൽ ആ മോളിക്യൂൾസ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കണമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അതിന്റെ ഒരു ലോജിക്ക് എന്ന് ചോദിച്ചാൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അതായത് ഒരു ഫ്രാഗ്രൻസിന്റെ നാച്ചുറാണ് അതിന്റെ ലോഞ്ചിവിറ്റി. ഇനിയിപ്പോ എത്ര ഇതിൽ മോളിക്യൂൾസ് ഉണ്ടായിട്ടും എന്തുണ്ടായിട്ടും കാര്യമില്ല. ഫ്രാഗ്രൻസിന്റെ നാച്ചുർ എന്താണോ അതിനെ ബേസ് ചെയ്താണ് അതിന്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നിൽക്കുന്ന ഒരു പ്രധാന ഘടകം. രണ്ടാമത്തത് ആ ഫ്രാഗ്രൻസിന്റെ ക്വാളിറ്റി തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂം ആണെങ്കിലോ, പിന്നെ നല്ല എന്താ പറയാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നാച്ചുറലുള്ളതാണെങ്കിലോ, ഈ സംഭവങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ പെർഫ്യൂംസ് നല്ല രീതിയിൽ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മൾ മെച്യൂരിറ്റിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല പെർഫോമൻസ് അതിൽ നിന്ന് കിട്ടും. പിന്നെ അടുത്തൊരു ചോദ്യം ചിലർ ചോദിക്കും, എന്തിനാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുമോ എന്നുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിവിറ്റി കൂടുതൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ഒരു പുതിയതായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു പെർഫ്യൂം ഇനീഷ്യലി ഉള്ള ഒരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഈ എത്തനോളും പെർഫ്യൂമിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസും തമ്മിൽ ഇനീഷ്യലി ബോണ്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ ടൈം ഉണ്ട്. ആ ഒരു സമയത്താണ് മിക്ക ആൾക്കാരും ഫ്രിഡ്ജിൽ വെക്കുന്നത്. ചിലപ്പോൾ ഏതാനും മണിക്കൂറുകളായിരിക്കാം, 1 or 2 days ആവാം. അങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഡിഫറൻസസ് പെർഫ്യൂംസ് കാണിക്കും. അത് ശരി തന്നെയാണ്. പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നും യൂണിവേഴ്സലി ഒരു എന്താ പറയാ, ഒരു റിട്ടേൺ ആയിട്ട് ഇതിനൊരു ഫോർമുലയോ മറ്റുള്ളതൊന്നുമില്ല. ഇത്ര ദിവസം വെക്കണം അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, അങ്ങനെ ഒന്നുമില്ല. അത്
നമ്മുടെ ചോയ്സ് ആണ് എത്ര ദിവസം വെക്കണം, ഏതാനും മണിക്കൂറുകൾ മതിയോ, 1 ഡേ മതിയോ, 2 days മതിയോ എന്നുള്ളത്. സോ നമുക്ക് പെർഫ്യൂം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അവിടെ വെച്ചിട്ട് പിന്നീട് എടുത്ത് യൂസ് ചെയ്താൽ ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷെ അത് ഇത്ര ദിവസം വെച്ച് അടുത്ത ദിവസം എടുക്കുമ്പോൾ മാറ്റം വരും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും മാറ്റം വരില്ല. അങ്ങനെ എവിടെയും ഒരു റിട്ടേൺ ആയിട്ട് ഇത്ര ദിവസം എന്നൊന്നും എവിടെയും എഴുതിയിട്ടില്ല. അപ്പൊ അതും മനസ്സിലാക്കുക. ചില കടക്കാർ പറഞ്ഞു 3 ദിവസം, ചിലർ പറഞ്ഞു 2 ദിവസം, ചിലർ പറഞ്ഞു 1 മണിക്കൂർ വെച്ചാൽ മതി. ബിക്കോസ് അതിന് എവിടെയും അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട്, അതായത് ഇത്ര എന്നുള്ള ഒരു കണക്കില്ലാത്തത് കൊണ്ട് അത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 2-3 ദിവസം വെച്ചാലും അതിന്റെ ശേഷം എടുത്ത് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇനി എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു എക്സ്പീരിയൻസ് ഞാനൊരു കാര്യം പറയാം. ഒരു പെർഫ്യൂമ്, അതൊരു പുതിയ പെർഫ്യൂം, ഇനിയിപ്പോ ഒരു ബ്ലെൻഡ് ചെയ്ത പെർഫ്യൂംസ് ആണെങ്കിലും അത് ഒരു 1 മന്തിന്റെ മേലെ കഴിഞ്ഞത്, അതായത് 1 to 2 months ലെവലിലേക്ക് എത്തിയ പെർഫ്യൂംസ് ആണ് ആക്ച്വലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അത് സാധാരണ ഉള്ള നമ്മൾ ഒരു 1-2 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്തതിനേക്കാൾ കൂടുതൽ നിൽക്കുന്നത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ പെർഫ്യൂംസ് ആണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എവിടെന്നെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത പെർഫ്യൂം വാങ്ങിയിട്ട് 4-2 വാങ്ങിച്ചോളൂ. എന്നിട്ട് ഒന്ന് അപ്പൊ തന്നെ യൂസ് ചെയ്തോളൂ, ഒരു 2 മാസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്തോളൂ. ലോഞ്ചിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൊണ്ടു. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഒരേ സാധനം ഒരേ ക്വാളിറ്റി ഉള്ളതാണ് എനിക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഈ 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും മറ്റേ പുതിയ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുക. അത് എന്തുകൊണ്ടാ വെച്ചാൽ അതിന്റെ ആ ഒരു ബോണ്ടിങ്ങിന് വരുന്ന ഒരു സമയം, ആ ഒരു പെർഫ്യൂംസ് ബോണ്ടായി കറക്റ്റ് ആ ഒരു ഫ്രാഗ്രൻസ് ജ്യൂസിലേക്ക് മാറുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അത്രയും സമയം എടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അത്രയും സമയം എടുക്കുന്നുണ്ട്. ചിലര് 6 months എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇതിന് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഇതൊന്നുമില്ല. പക്ഷെ നമ്മളൊരു 1 to 2 months ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം എന്താ പറയാ ഒരു പെർഫോമൻസിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ എത്തുന്നുണ്ട്. സോ അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് നിങ്ങൾ ഒന്നെങ്കിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കുറച്ച് ദിവസം മാറ്റി വെക്കുക, ഒരു 1 or 2 months മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഈ കേട് വന്ന പെർഫ്യൂംസ്, ഇപ്പൊ ഈ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് കേട് വന്ന പെർഫ്യൂംസ് ഉണ്ട്. കാരണം നമ്മുടെ ബോട്ടിലിന്റെ ഉള്ളിലുള്ള ഓക്സിജൻ കണ്ടന്റ് കൊണ്ട് ചില പെർഫ്യൂംസിന്റെ ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ വരാം. ചിലതിന്റെ കളർ മാറണം, പിന്നെ ചിലത് ഫ്രാഗ്രൻസിന് ചെറിയ വ്യത്യാസങ്ങൾ വരും. പിന്നെ അതേപോലെ ചിലതിന് എന്തെങ്കിലും അതിനുള്ളിൽ വേറെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ കാണാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. സോ ഈ പാർട്ടിക്കിൾസ് കാണുന്നതും കളറ് മാറുന്നതും ഇതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളല്ല. പക്ഷെ ഒരു ഫ്രാഗ്രൻസ് മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരുന്ന ഒരു സെന്റ് അല്ല അതിൽ നിന്ന് പിന്നീട് വരുന്നത്. ഇത് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഹീറ്റ് തട്ടിയിട്ടോ സൺലൈറ്റ് തട്ടിയിട്ടോ പിന്നെ അതല്ലെങ്കിൽ ഇതേപോലെ ഓക്സിജൻ കണ്ടന്റ് കാരണം എന്തെങ്കിലും ഡാമേജ് ആയി പോയ പെർഫ്യൂംസ് ആണെങ്കിൽ അത് നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടു സം എക്സ്റ്റെന്റ് നമുക്ക് മാറ്റിയെടുക്കാൻ, അതിലുള്ള ഓക്സിജൻ കണ്ടന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ അതെങ്ങനെയാണ് അതിനെ മാറ്റിയെടുക്കാന്ന് ചോദിച്ചാൽ ജസ്റ്റ് ആ പെർഫ്യൂം എടുക്കുന്ന ഒരു 4-5 തവണ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഓക്സിജനെ നമ്മൾ കളയുന്നു. എന്നിട്ട് വീണ്ടും അത് അങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും അതൊരു ഡാർക്ക് സ്പോട്ടിലേക്ക് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടു സം എക്സ്റ്റെന്റ് നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് കരുതി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ചിലര് കരുതുന്നത് നമ്മൾ ഈ 100 rupeesന്റെ ഒരു പെർഫ്യൂമും കൊണ്ടുവന്നിട്ട് നമ്മൾ മെച്യൂരിറ്റിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാറി വരും എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ മാറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നല്ല പെർഫ്യൂംസ് ആണ് മോസ്റ്റ്ലി അങ്ങനെ മാറി വരാറുള്ളത്. അല്ലാത്തതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക പെർഫ്യൂമായിട്ട് ബന്ധപ്പെട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.